മഹാനായ ഫുദൈൽ റളിയല്ലാഹു അൻഹു പറയാണ്, വമൻ ജലസ മഅ സാഹിബി ബിദ്അത്തിൻ, ബിദ്അത്തുകാരന്റെ കൂടെ ഇരുന്നാൽ ലം യുഅ്തൽ ഹിക്മത, അവനക്ക് ഹിക്മത്ത് നൽകൂല. ഇരിക്കാന്നൊക്കെ പറഞ്ഞാൽ നേരത്തെ കുറെ ഇസ്തിസ്ന ചെയ്തിട്ടുണ്ട് കേട്ടോ. നേരത്തെ കുറെ നിയമം നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് റൂഹുൽ ബയാന്റെ ഇബാറത്ത് അനുസരിച്ച്. നോക്കി നിങ്ങള്, ബിദ്അത്തുകാര് ഏറ്റവും വലിയ നേതാവാക്കി നടക്കുന്നതാണ് ഇബ്നു തൈമിയ്യ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ. ഈ ഇബ്നു തൈമിയ്യന്റെ അടുത്ത് പോയിരുന്ന് തഫ്സീറുൽ ബഹറുൽ മുഹീത്തിന്റെ രചയിതാവ് അറിയപ്പെട്ട നഹ്വി പണ്ഡിതനായ അബൂ ഹയ്യാൻ റളിയല്ലാഹു അൻഹു, ആരടുത്ത്? ഇബ്നു തൈമിയ്യന്റെ അടുത്ത്. അങ്ങനെ അബൂ ഹയ്യാൻ പറയാണ്, എങ്ങനെ നിങ്ങൾക്ക് ഇബ്നു തൈമിയ്യനെ എങ്ങനെ മനസ്സിലായത്? മാ റഅയ്തു ഐനായ മിസ്ല ഹാദർ റജുൽ, ഇതേപോലത്തെ ഒരു മനുഷ്യനെ ഞാൻ എന്റെ കണ്ണോട് കണ്ടിട്ടില്ല. ആരെപ്പറ്റി? ഇബ്നു തൈമിയ്യയെ പറ്റി അബൂ ഹയ്യാൻ റളിയല്ലാഹു അൻഹു. അങ്ങനെ പിന്നെ മൂപ്പര് ഇബ്നു തൈമിയ്യനെ പറ്റി നല്ലൊരു പാട്ട് പാടി. ആ പാട്ടൊക്കെ ഇതിൽ കൊടുക്കുന്നുണ്ട്. സുമ്മദാറ ബൈനഹുമാ കലാമുൻ, പിന്നെ അവരിങ്ങനെ ചർച്ച ചെയ്ത്. ഫജറാ ദിക്റു സീബവൈഹി, അതിലിടയിൽ ചർച്ച സീബഹിയിലെത്തി. അബൂ ഹയ്യാൻ നഹ്വിയാണ്. ചർച്ച എവിടേക്കെത്തി? സീബവഹിയിലേക്ക് എത്തി. സീബവഹിക്ക് എത്തിയപ്പോ ഇബ്നു തൈമിയ്യന്റെ ഉള്ളിലുണ്ടല്ലോ പലരോടുള്ള വിരോധം. ഫഅദല ഇബ്നു തൈമിയ്യ അൽ ഖൗല ഫീ സീബവൈഹി, സീബവഹിയോട് പറ്റി രൂക്ഷമായി എതിർത്ത്. ഫനാഫറഹു അബൂ ഹയ്യാൻ, അബൂ ഹയ്യാൻ തിരിച്ചു എതിർത്തു. വഖതഅഹു ബിസബബിഹി, അത് കാരണം അന്നെ തന്നെ ബന്ധം അവസാനിപ്പിച്ച്. വസയ്യറ ദാലിക ദംബൻ ലാ യുഗ്ഫർ, ഒരിക്കലും പൊറുക്കപ്പെടാത്ത തെറ്റാണ്. ആരെ പറ്റി പറഞ്ഞത്? സീബവഹിയെ പറ്റി പറഞ്ഞത്. എന്താ പറഞ്ഞത് അറിയോ? സീബവഹി ഇമാം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് അബൂ ഹയ്യാൻ പറഞ്ഞപ്പോ ഈ ഇബ്നു തൈമിയ്യ പറഞ്ഞു, മാക്കാന സീബവഹി നബിയൻ നഹവി, മൂപ്പര് നഹവിലെ നബി ഒന്നും അല്ല. ആര്? സീബവഹി. വലാകാന മഅസൂമൻ ബൽ അഖ്തഅ ഫിൽ കിതാബി ഫീ 80 മൗദിഅ, മൂപ്പര് കിതാബു സീബവഹി എന്ന അറിയപ്പെട്ട നഹവി കിതാബില് 80 സ്ഥലം തെറ്റിച്ചിട്ടുണ്ട് എന്ന് സീബവഹിയെ പറ്റി അബൂ ഹയ്യാൻ റളിയല്ലാഹു അൻഹുവിനോട് ആര് പറഞ്ഞു? ഇബ്നു തൈമിയ്യ പറഞ്ഞപ്പോ അന്ന് മുതൽ ആ ബന്ധം ഒഴിവാക്കി. ഒരിക്കലും പൊറുക്കാത്ത പാപാണ് നിങ്ങൾ ഈ ചെയ്തത് എന്ന് അബൂ ഹയ്യാൻ ആരോട്? ഇബ്നു തൈമിയ്യയോട്. അപ്പോ അബൂ ഹയ്യാനോട് ചോദിച്ച്, അല്ല നിങ്ങളല്ലേ കുറെ കവിത ഒക്കെ എഴുതിയത്, നിങ്ങൾ കുറെ കവിത ഉണ്ട്, ഇബ്നു തൈമിയ്യനെ പുകഴ്ത്തിയിട്ട് നല്ല കവിത എഴുതിയത്. അപ്പൊ മൂപ്പര് പറഞ്ഞ്, കത് കശത്തുഹാ മിൻ ദീവാനി, അതൊക്കെ ഞാൻ എന്റെ കിതാബിൽ നിന്ന് ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്, ഇനി ഒന്നും ഞാനില്ല എന്ന്. അപ്പൊ എന്താ? അബൂ ഹയ്യാൻ എന്നവര്, നഹവിയായ മുഫസ്സിറായ അബൂ ഹയ്യാൻ എന്നവര് വളരെ ആദരിക്കുന്ന വ്യക്തിയാണ് ഇമാം സീബവൈഹി. ആ സീബവൈഹിയെ പറ്റി അദ്ദേഹം നബിയൊന്നും അല്ലല്ലോ എന്നൊരു പരാമർശം നടത്തി ഇബ്നു തൈമിയ്യ. അത് കാരണം അവര് തമ്മിൽ എന്നേക്കുമായി ഹജ്ർ. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ പൂർവികര്. ബിദ്അത്തുകാർക്ക് മുൻഗാമികളോട് സ്നേഹമില്ല, ആത്മാർത്ഥമായിട്ട് സ്നേഹം അവർക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം പരാമർശങ്ങൾ അറിയാതെ അവരെ നാവുന്നു വരും. വന്നതുകൊണ്ട് തന്നെ സലഫ് അവരോട് എന്നേക്കുമായിട്ട് സജറാണ്. അങ്ങനെ നമ്മുടെ ഇമാമിങ്ങളിൽ പലരും, നമ്മുടെ ഫസാരി ഇമാമിനെ പറ്റി പറയുന്നു. ഇബ്നു തൈമിയ്യ വകാന മഅ മുഖാലഫത്തി ലിശൈഖ് തഖിയുദ്ദീൻ ഇബ്നു തൈമിയ്യ, ഇബ്നു തൈമിയ്യയോട് ഭയങ്കര വിരോധാണ് ഫസാരി ഇമാമിന്. പക്ഷെ എന്നാലും ലാ യഹ്ജുറുഹു, സമ്പൂർണ്ണമായിട്ട് വെടിഞ്ഞിട്ടില്ല. വലമ്മ മാത്ത ശയ്യ ജനാസത്തുഹു, മരിച്ചപ്പോ ആര് പോയിട്ടുണ്ട്? ഫസാരി ഇമാം പോയി. മരിച്ചപ്പോ പോയി ആ മയ്യത്ത് കുളിപ്പിച്ച വള്ളെടുക്കാനാണ് ഇമാം മദ്റൈ പോയത്. അപ്പൊ ഇബ്നു തൈമിയ്യനെ അങ്ങനെ ബഹുമാനിച്ച് കണ്ടവരുണ്ട്. പക്ഷെ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവരൊക്കെ പറഞ്ഞത് വലക്കത് കഫറഹു കസീറും മിനൽ ഉലമാ, ഭൂരിഭാഗം ആലിമീങ്ങൾ അദ്ദേഹത്തെ കാഫിറാക്കിയിട്ടുണ്ട്. അബ്ദുൻ അളല്ലഹുല്ലാഹു വഅഅമാഹു വഅസമ്മഹു ആമലഹുല്ലാഹു ബിഅദ്ലിഹി, അല്ലാഹു അന്ധനാക്കിയിരിക്കുന്നു അദ്ദേഹത്തെ, അല്ലാഹു ബദിരനാക്കിയിരുന്നു അദ്ദേഹത്തെ. അളല്ലഹുല്ലാഹു അലാ ഇൽമിൻ, ഇൽമു കൊടുത്തിട്ട് അല്ലാഹു തആല പഠിപ്പിച്ചതാണ്.
ഇൽമു കൊടുത്ത്, ഇൽമു ഇല്ലാത്ത ആളല്ല, ഇൽമു കൊടുത്തിട്ട് അള്ളാഹു താല പഠിപ്പിച്ച ആളാണ്. ആമലഹുല്ലാഹു ബിഅദ്ലിഹി, അള്ളാഹു നീതി പോലെ കൈകാര്യം ചെയ്യട്ടെ എന്ന് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു.